വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്ക് പറഞ്ഞാൽ മാറാത്തവനുമായ ദൈവത്തിൻ്റെ വലിയ നാമത്തിന് മഹത്വമുണ്ടാകുവാൻ ഇടയാകട്ടെ. ഇന്നും ദൈവത്തിൻ്റെ ദൂത്, പരിശുദ്ധാത്മാവിൻ്റെ ശബ്ദം, ദൈവത്തിൻ്റെ ആലോചന, മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ശബ്ദം നമ്മുടെ ഹൃദയത്തിന് ബലവും ഉറപ്പും നൽകത്തക്ക നിലയിൽ വിശ്വാസവും പ്രത്യാശയും ദൈവികമായ അനുഭവങ്ങൾ കൂടുതൽ ധാരാളമായി അനുഭവിക്കുന്നൊരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളിലുള്ള വിശ്വാസത്തിൻ്റെ തലങ്ങൾക്ക് മാറ്റം വരുന്ന, വർധനവ് സംഭവിക്കുന്ന ഒരു ദിവസമായി തീരുവാൻ ഇടയാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ലൂക്കോസ് എഴുതിയ സുവിശേഷം 1 അധ്യായം 25 വാക്യം. മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ കർത്താവ് എന്നെ കടാക്ഷിച്ച നാളിൽ ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു പറഞ്ഞ് 5 മാസം ഒളിച്ചു പാർത്തു. നമുക്ക് വളരെ സുപരിചിതമായ ഒരു തിരുവെഴുത്ത എലിസബത്ത് പറയുന്ന വാക്കുകളാണത്. ഇന്ന് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിനകത്തുനിന്ന് ആഴമായി ഇടപെടുന്ന ദൂതം. കർത്താവ് എന്നെ കടാക്ഷിച്ച നാൾ, ദൈവം എന്നെ കടാക്ഷിക്കുന്ന നാൾ. ദൈവത്തിൻ്റെ പൈതലേ, എല്ലാ കാലവും ഒരുപോലെ, എല്ലാ അവസ്ഥയും ഒരുപോലെ, എല്ലാ സാഹചര്യവും അപ്രകാരമായിരിക്കത്തില്ല. ദൈവത്തിൻ്റെ ശക്തവും ആഴമായ ഇടപെടൽ, കർത്താവ് കടാക്ഷിക്കുന്ന ഒരു സമയമുണ്ട്. ദൈവം പ്രസാദിക്കുന്ന ഒരു സമയമുണ്ട്. ദൈവത്തിൻ്റെ കരുതൽ വെളിപ്പെടുത്തുന്ന ഒരു സമയമുണ്ട്. ആ തലത്തിലാണ് ആയിരിക്കുന്നെന്ന് വളരെ ആഴമായ ഉത്തമ ബോധ്യം പരിശുദ്ധാത്മാവ് ഹൃദയതലങ്ങളിലേക്ക് ആഴമായി പകരുക. ജീവിതത്തിൽ നീക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ കർത്താവ് നീക്കിയിരിക്കും. അതുകൊണ്ട് ഇവിടെ വചനം പറയുന്നത്, മനുഷ്യരുടെ ഇടയിൽ എനിക്കുണ്ടായിരുന്ന നിന്ന നീക്കുവാൻ, നീക്കേണ്ടത് നീക്കുന്ന ദൈവം. ദൈവത്തിൻ്റെ പൈതലെ, ജീവിതത്തിൽ നിന്ന് എന്തൊക്കെ കർത്താവ് നീക്കണോ അത് ദൈവം നീക്കിക്കളയാൻ പോവാ. എലിസബത്ത് പറയുന്നു, മനുഷ്യരുടെ ഇടയിൽ എനിക്ക് നിന്നയുണ്ടായിരുന്നു. ആ തലവ ദൈവം നീക്കുവാൻ കർത്താവ് അവളിൽ കടാക്ഷിക്കുക. ദൈവത്തിൻ്റെ പൈതലെ, ഒരു ഉത്തരം മതി, ഒരു മറുപടി മതി. സ്വർഗത്തിന് ആ തലത്തിൽ ഇന്ന് ഇല്ലാത്തതെ ഓർത്ത് നിന്നെ അനുഭവിക്കുന്നുണ്ടോ? ഇവിടെ ഒരു തലമുറ ഇല്ലാത്തത് കൊണ്ടാണ് എലിസബത്ത് നിന്നെ അനുഭവിച്ചത്. ഇന്ന് പരിശുദ്ധ ദൂത് പറയുന്നു, തലമുറ ഇല്ലാതെ ഭാരപ്പെടുന്ന ജീവിതങ്ങളോട് ദൈവത്തിൻ്റെ ശബ്ദം ഇതാ, ഈ നിന്ന മാറ്റും ദൈവം. ഒരു തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ, ജീവിതങ്ങൾ വചനം കേൾക്കുന്നു. പരിശുദ്ധാത്മ പറയുന്നു, ഈ നിന്ന കർത്താവ് തുടച്ചു മാറ്റും. അതുപോലൊരു അത്ഭുതം ഈ ദിവസങ്ങളിൽ കർത്താവ് കടാക്ഷിക്കുന്ന, ദൈവകരം ചലിപ്പിക്കുന്ന സമയമാണെന്ന് പരിശുദ്ധാത്മാവ് ആഴവും ശക്തമായി ദൂത് വെളിപ്പെടുത്തുക. ഇന്നെൻ്റെ ജീവിതത്തിൽ ഇല്ലായ്മ നിമിത്തമുള്ള നിന്ദകളെ ദൈവം നീക്കാൻ പോവാ, കർത്താവ് മാറ്റാൻ പോവാ. ആ നിലയിലാണ് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുന്നത്. മനുഷ്യരുടെ ഇടയിൽ എനിക്ക് നിന്നയായിരിക്കുമെന്ന് പറയുന്ന ആ സമയത്തിലും ദൈവസന്നിധിയിൽ അവരെങ്ങനെയായിരുന്നു? വചനം പറയുന്നു, അവർ നീതിയുള്ളവരായിരുന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ നീതിയുള്ളവരായിരിക്കുക. മനുഷ്യരുടെ ഇടയിൽ നിന്നയും കർത്താവിൻ്റെ സന്നിധിയിൽ നീതിയുള്ള വരും. അത് മതി വാഗ്ദത്തങ്ങൾ നടക്കാൻ, അത് മതി നിന്ദകൾ മാറാൻ, അത് മതി ജീവിതത്തിലെ കഷ്ടതകൾക്ക് ദൈവം നീക്കുപോക്ക് കൽപ്പിക്കുക. ദൈവത്തിൻ്റെ പൈതലെ, മനുഷ്യരുടെ ഇടയിൽ എങ്ങനെയായിരിക്കുന്നു അതോർത്ത് മനസ്സ് ഭാരപ്പെടണ്ട, അതോർത്ത് ആത്മീയ ജീവിതത്തെ നഷ്ടപ്പെടുത്തണ്ട, അതോർത്ത് ആത്മീയ ചൈതന്യത്തെ കെടുത്തിക്കളയണ്ട. പരിശുദ്ധാത്മാവ് അതിശക്തമായ ചില ജീവിതങ്ങളോട് ദൂത് വെളിപ്പെടുത്തുക. കർത്താവിൻ്റെ സന്നിധിയിൽ എങ്ങനെയായിരിക്കുന്നു അതിന് അനുസൃതമായതാ ജീവിതത്തിൽ വെളിപ്പെട്ട് വരാൻ പോകുന്നത്.
പോകുന്നത്, ദൈവത്തിൻ്റെ കരുതൽ ഇറങ്ങാൻ പോകുന്നത്, ദൈവത്തിൻ്റെ പദ്ധതികൾ ജീവിതത്തിൻ്റെ മേഖലകളിൽ കാണാൻ പോകുന്നത്. ആമേ. വചനം പറയുന്നു, ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുക, ആഗ്രഹിച്ചതുപോലെ ദൈവം ചെയ്തു തന്നിരിക്കുക, പ്രതീക്ഷിച്ചതുപോലെ ചെയ്തു തന്നിരിക്കുക, പ്രാർത്ഥിച്ചതുപോലെ തന്നെ ദൈവം ചെയ്തു തന്നിരിക്കുക, സന്തോഷിപ്പിക്കുകയും ആനന്ദിപ്പിക്കുകയും ചെയ്യുന്ന നിലവാരത്തിൽ ഇങ്ങനെ ദൈവം ചെയ്തു തന്നിരിക്കുക. ദൈവത്തിൻ്റെ പൈതലെ, എന്താ ഹൃദയത്തിലെ ആഗ്രഹം, എന്താ ഹൃദയത്തിലെ പ്രതീക്ഷകൾ, അതുപോലെ ചെയ്തു തരുന്നൊരു ദൈവം. ദൈവം എല്ലാ കാലം ചെയ്യും 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 എന്നുള്ള ദൂത് പറയുന്ന കർത്താവ് മാത്രമല്ല, ചെയ്തിരിക്കുന്നു, ഇങ്ങനെ എനിക്ക് ചെയ്തിരിക്കുന്നു, ചെയ്തു തന്നിരിക്കുന്നു എന്ന് പറയത്തക്ക നിലയിലുള്ള അവസ്ഥകളിലെ ദൈവത്തിൻ്റെ ഇടപെടൽ ഈ ദിവസങ്ങളിൽ കൂടാരത്തിൽ വെളിപ്പെട്ടു വരും. ഈ ദിവസങ്ങളിൽ സംഭവിക്കുമെന്ന് പരിശുദ്ധാത്മാവ് അതിശക്തമായി ദൂത് വെളിപ്പെടുത്തുവാൻ കർത്താവിനെ കടാക്ഷിച്ച നാളിൽ ദൈവത്തിൻ്റെ പൈതലേ, ഇത് ദൈവം കടാക്ഷിക്കുന്ന സമയമാ, ദൈവം ഉത്തരം തരുന്ന സമയമാ, ദൈവിക വിടുതൽ അനുഭവിക്കുന്ന സമയമാ, ചില നിന്ദകൾ മാറുന്ന സമയമാ, ചില ദൈവപ്രവർത്തികൾ കാണുന്ന സമയമാ. ഇങ്ങനെ എനിക്ക് ചെയ്തു തന്നിരിക്കുന്നു എൻ്റെ കർത്താവ്, എനിക്ക് ഇങ്ങനെ ചെയ്തു തന്നിരിക്കുന്നു എൻ്റെ ദൈവം, എനിക്ക് ഇങ്ങനെ ചെയ്തു തന്നിരിക്കുന്നു എൻ്റെ പിതാവ്, എനിക്ക് ഇങ്ങനെ ചെയ്തു തന്നിരിക്കുന്നു. ദൈവത്തിൻ്റെ പൈതലേ, അപ്രകാരം സാക്ഷ്യങ്ങൾ പറയത്തക്ക നിലയിൽ ദൈവം ഇതാ കാര്യങ്ങളെ തിരിക്കുന്നു. ദൈവം അത്ഭുതം ചെയ്യാൻ പോകുന്നു. മനുഷ്യരുടെ ഇടയിലുള്ള നിന്ദയെ നീക്കി ദൈവത്തിൻ്റെ മഹത്വത്തെ വെളിപ്പെടുത്തുന്ന സമയമായിരിക്കുക. ദൈവം ആഴമായി ഇടപെടുന്ന ദൂത് ഏറ്റെടുക്കുവാനിടയാകട്ടെ. കർത്താവ് സഹായിക്കും. പ്രാർത്ഥിക്കട്ടെ. സ്നേഹവാനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, നീ കേൾപ്പിച്ച ദൂതിനായി സ്തോത്രം. ജനത്തെ സഹായിക്കണം ദൈവമേ. നിന്ന വഹിക്കുന്നവരുണ്ട്, നിന്ന ചുമക്കുന്നവരുണ്ട്. ദൈവത്തിൻ്റെ ഒരു ഉത്തരം മതി, ഒരു മറുപടി മതി ജനത്തെ കടാക്ഷിക്കുക. ഇന്ന് കർത്താവിൻ്റെ കരം ചില കുടുംബങ്ങളെ തൊടുവാൻ പ്രാർത്ഥിക്കുക, ചില ജീവിതങ്ങളെ തൊടുവാൻ പ്രാർത്ഥിക്കുക. അത്ഭുതകരമായൊരു വിടുതൽ ഈ വചനത്തിലൂടെ നടക്കട്ടെ. ദൈവശക്തി വെളിപ്പെട്ട് വരട്ടെ. ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹമായി തീരണം. കർത്താവ് അങ്ങനെ ചെയ്യുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ട നന്ദി. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.